ഹലോ എവരിവൺ. SSC HSL എക്സാമിന് മാർച്ച് 10 മുതൽ 14 തീയതി വരെ ഉള്ള ദിവസങ്ങളിൽ ചോദിച്ച GK ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മാർച്ച് 9 ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഒരു വീഡിയോ ആയിട്ട് നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ വീഡിയോസ് കണ്ട് അവർ പറഞ്ഞു ബാക്കിയുള്ള ദിവസത്തെയും ക്വസ്റ്റ്യൻസ് വേണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇത്രയും ദിവസത്തെ ക്വസ്റ്റ്യൻസ് കമ്പൈൽ ചെയ്താണ് ഇന്ന് ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ഷിഫ്റ്റുകളിൽ എക്സാം എഴുതുന്നവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് മാർച്ച് 9 GK അനാലിസിസ് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ക്വസ്റ്റ്യൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൂടി പഠിച്ചിട്ട് പോകണം. അപ്പോൾ പിന്നെ വന്ന ദിവസങ്ങളിൽ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ നോക്കിയാൽ ഈ ഇത്രയും ദിവസം നടന്ന ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതേ തരത്തിൽ തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടതും പിന്നെ പുതിയ കുറച്ച് ടോപ്പിക്കുകളും പുതിയ കുറച്ച് ഏരിയാസിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇനി എക്സാമിന് പോകുന്നവരാണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ടും ഈ ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഉള്ള ഫാക്ട്സും റിലേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അത് ഇപ്പം ഞാൻ പറഞ്ഞു എന്താണ് നോക്കേണ്ടത്. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ ക്വസ്റ്റ്യൻ്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്തില്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കണക്റ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. മാർച്ച് 14 വരെയുള്ള ദിവസങ്ങളിൽ നടന്ന എക്സാംസിലെ എല്ലാ ഷിഫ്റ്റിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ് പോയിന്റ്സ് എഴുതി തന്നെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഹൗ മെനി മെഡൽസ് ഇന്ത്യ വോൺ ഇൻ ടോക്കിയോ ഒളിമ്പിക്സ്? അതായിരുന്നു ചോദ്യം ചോദിച്ചത്. ഇന്ത്യക്ക് ടോക്കിയോ ഒളിമ്പിക്സ് 2020 ടോക്കിയോ ഒളിമ്പിക്സ് ലാസ്റ്റ് നടന്ന ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകൾ കിട്ടിയെന്നാണ് ചോദ്യം. ടോട്ടൽ മെഡൽസിന്റെ എണ്ണം 7ആണ്. ടോട്ടൽ മെഡലാണ് ചോദിച്ചത്. അപ്പോൾ നമ്മൾ അത് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പഠിക്കുമ്പം എത്ര ഗോൾഡ് മെഡലാണ്, എത്ര സിൽവർ ആണ്, എത്ര ബ്രോൺസ് ആണ് എന്നൊക്കെ നോക്കണം. അപ്പോൾ ഗോൾഡ് മെഡൽ 1 അതുപോലെ സിൽവർ മെഡൽ 2, ബ്രോൺസ് മെഡൽ 4. ഇതാണ് ടോട്ടൽ മെഡൽസിന്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഗോൾഡ് 1, അതുപോലെ സിൽവർ 2, ബ്രോൺസ് 4. അപ്പോൾ ടോക്കിയോ ഒളിമ്പിക്സ് നിങ്ങൾ ക്ലിയർലി അതൊന്ന് പഠിച്ചിട്ട് പോകേണ്ടതാണ്. ടോക്കിയോ ഒളിമ്പിക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരു പോയിന്റും കൂടി ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാം, ഒരു പക്ഷേ ചോദിക്കാവുന്നതാണ്. ഫ്ലാഗ് ബെയറേഴ്സിന്റെ പേര് വേണമെങ്കിൽ ചോദിക്കാം. ഓപ്പണിംഗ് സെറമണിയിൽ ആരായിരുന്നു ഫ്ലാഗ് ബെയറർ എന്ന് ചോദിക്കാം. അതുപോലെ ക്ലോസിംഗ് സെറമണിയിൽ ഫ്ലാഗ് ബെയറേഴ്സ് ആരൊക്കെയായിരുന്നു എന്നൊക്കെ ചോദിക്കാം. അങ്ങനെ ആ ഒരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് പറഞ്ഞു. ഓപ്പണിംഗ് സെറമണിയിൽ മേരി കോമും മൻപ്രീത് സിംഗും ആയിരുന്നു. അതുപോലെ ആ ക്ലോസിംഗ് സെറമണിയിൽ ആരായിരുന്നു? ക്ലോസിംഗ് സെറമണിയിൽ ബജ്രംഗ് പുനിയ. അപ്പം ഇങ്ങനെയുള്ള ഫാക്ട്സ് ഇത് മാത്രമല്ല, ടോക്കിയോ ഒളിമ്പിക്സ് ഒന്ന് നോക്കിയിട്ട് പോകണം. കാരണം ഒരു ചോദ്യം കണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതിയിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കിയിട്ട് പോവാം. അടുത്ത ചോദ്യം, ഫേമസ് ഫെസ്റ്റിവൽ ഓഫ് ആസാമിലെ ഫെസ്റ്റിവൽസ് അധികം ചോദിച്ചു കണ്ടിട്ടില്ലെങ്കിൽ പോലും ഈ വരുന്ന ദിവസങ്ങളിൽ കുറച്ച് ഫെസ്റ്റിവൽസ് ഒക്കെ ചോദിച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് റിലേറ്റഡ് ടു ഡാൻസ് ഫോംസ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് നമ്പേഴ്സ് ഇല്ലെങ്കിൽ പോലും പല ഷിഫ്റ്റുകളിലും അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആസാമിലെ ഫെസ്റ്റിവൽ ഏതായിരുന്നു? ബിഹു ആയിരുന്നു ചോദിച്ചതിനകത്തുണ്ടായിരുന്നു. ബിഹു, സത്രിയ ഇതൊക്കെ ആസാമിലെ ഡാൻസ് ഫോംസ് ആണെന്ന് നമുക്കറിയാം. അപ്പം ഡാൻസ് ഫോംസ് ഒന്ന് നോക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെങ്കിലും ഡാൻസ് ഫോംസ് നോക്കുക. ഓരോ സ്റ്റേറ്റ്സിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രാജസ്ഥാനിലെയും അതുപോലെ തന്നെ ബാക്കിയുള്ള ആസാം ഇപ്പം വന്നതുപോലെ തന്നെ UP-യിലെയും ഒക്കെ ഡാൻസ് ഫോംസ് നിങ്ങൾ നോക്കിയിട്ട് പോകണം. മൂന്നാമത്തെ ചോദ്യം, ഹൂ സ്റ്റാർട്ടഡ് കുക്ക മൂവ്മെന്റ് എന്നായിരുന്നു അടുത്ത ചോദ്യം. കുക്ക മൂവ്മെന്റിന്റെ ഫൗണ്ടർ ആരാണ്? കുക്ക മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ് ഉത്തരം. ബാബ റാം സിംഗ്. ഈ കുക്ക മൂവ്മെന്റ് തന്നെ നംദരി മൂവ്മെന്റ് എന്നും പറയും. നംദരി മൂവ്മെന്റ് ആര് സ്റ്റാർട്ട് ചെയ്തു എന്ന് ചോദിച്ചാലും ബാബ റാം സിംഗ്. അടുത്ത ചോദ്യമായിരുന്നു, ഇൻ വിച്ച് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട പാർട്ട് ഞാൻ ലാസ്റ്റ് ഡേയിൽ ചെയ്തപ്പോൾ പറഞ്ഞതാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വലിയ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല ചോദിക്കുന്നത്. ബേസിക് ലെവലായിട്ടുള്ള പാർട്ടുകൾ, ആർട്ടിക്കിൾസ്, അമെൻമെന്റ്സ്, പ്രിയാമ്പിളിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ബോറോഡ് ഫീച്ചേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ചോദിച്ചു കാണുന്നത്. ഇത് ഈ വരുന്ന ഷിഫ്റ്റുകളിലും അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു കാണുന്നത്. അപ്പം ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുമായിട്ട് ബന്ധപ്പെട്ട പാർട്ടാണ് ചോദിച്ചത്. പാർട്ട് 4A. ആർട്ടിക്കിൾ ആണ് ചോദിക്കുന്നതെങ്കിൽ ആർട്ടിക്കിൾ 51A. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്ത അമെൻമെന്റ് ചോദിച്ചാൽ 42nd അമെൻമെന്റ് 1976. ഇത് ഇന്ദിരാഗാന്ധിയുടെ സമയത്തുള്ള ആണ് ഈ ഒരു അമെൻമെന്റ് നിലവിൽ വരുന്നത്.
ഇന്ദിരാഗാന്ധി. ഇത്രയും കാര്യങ്ങൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ബാറ്റിൽ ഓഫ് കനൗജ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. ആരൊക്കെ തമ്മിലാണ് ബാറ്റിൽ ഓഫ് കനൗജ്? ബാറ്റിൽ ഓഫ് കനൗജ് അപ്പം എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബാറ്റിൽസ് നോക്കിയിട്ട് വേണം പോവാൻ. ബാറ്റിൽ ഓഫ് കനൗജ് ഫൗട്ട് ചെയ്ത് ആരൊക്കെ തമ്മിലാണെന്നാണ് ചോദിച്ചത്. ഉത്തരം എന്ന് പറയുന്നത് ഹുമയൂൺ വേഴ്സസ് ഷേർഷാ സൂരി. ഹുമയൂൺ വേഴ്സസ് ഷേർഷാ സൂരിയാണ് ബാറ്റിൽ ഓഫ് കനൗജ് ഫൗട്ട് ചെയ്യുന്നത്. 1540 ബാറ്റിൽ ഓഫ് കനൗജ്. 1540 ബാറ്റിൽ ഓഫ് കനൗജ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റിൽ ഓഫ് കനൗജ് ലാസ്റ്റ് 9-ാം തീയതിത്തെ ഷിഫ്റ്റിൽ ചോദിച്ചത് ബാറ്റിൽ ഓഫ് പ്ലാസി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബാറ്റിൽസ് എല്ലാം നോക്കണം, അതിന്റെ വർഷങ്ങളും ആരൊക്കെ തമ്മിൽ ഫൗട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളെല്ലാവരും അടുത്ത എക്സാമിന് പോകാൻ. അടുത്ത ചോദ്യമായിരുന്നു പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഏത് കൺട്രിയിൽ നിന്നാണ് ബോറോ ചെയ്തിരിക്കുന്നത്? പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഇത് ബോറോഡ് ഫീച്ചേഴ്സ് പാർട്ടിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രൊസീജിയേഴ്സ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്നത് ഏത് കൺട്രിയുടെ ഫീച്ചറിൽ നിന്നാണ് ഇന്ത്യ ബോറോ ചെയ്തിരിക്കുന്നത്? ഉത്തരം ജപ്പാൻ. ഇത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റിലേറ്റഡ് ഫാക്ട്സിനകത്ത് ബോറോഡ് ഫീച്ചേഴ്സ് എല്ലാം തന്നെ നോക്കിയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോദിച്ച ചോദ്യം വീണ്ടും റിപ്പീറ്റ് ചെയ്തു വരുന്നു. അടുത്തത് ബെസ്റ്റ് ടൂറിസം അവാർഡ് 2022. ബെസ്റ്റ് ടൂറിസം അവാർഡ് 2022 ബെസ്റ്റ് ടൂറിസം അവാർഡ് കിട്ടിയത് മധ്യപ്രദേശിനാണ്, MP-ക്കാണ് കിട്ടിയത്. അടുത്ത ചോദ്യമായിരുന്നു മജുലി ദ്വീപ് അല്ലെങ്കിൽ മജുലി ഐലൻഡ് ഏത് സ്റ്റേറ്റിലാണെന്നാണ്. ലാർജസ്റ്റ് റിവറൈൻ ഐലൻഡ്, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡായ മജുലി ഐലൻഡ് ഇന്ത്യയിലെ ഏത് സ്റ്റേറ്റിലാണെന്നാണ് ചോദ്യം ചോദിച്ചത്. ഉത്തരം ആസാമിലാണ് മജുലി ഐലൻഡ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം സ്പോർട്സ് വിച്ച് ഇസ് നോട്ട് ഇൻ ദ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇല്ലായിരുന്ന സ്പോർട്സ് കൂട്ടത്തിൽ ഏതാണെന്നാണ് ചോദ്യം ചോദിച്ചത്. ടോക്കിയോ ഒളിമ്പിക്സ് അതിൽ ഓപ്ഷനിൽ ഉണ്ടായിരുന്നതിൽ ഓപ്ഷൻസിൽ വെച്ച് ഉത്തരം ക്രിക്കറ്റ് ആയിരുന്നു ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു. ഹൂ ഇസ് ദ ഫസ്റ്റ് പ്ലെയർ ടു റെപ്രസെന്റ് ഇന്ത്യ ഇൻ ഫെൻസിങ്ങിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് ടോക്കിയോ ഒളിമ്പിക്സിൽ പ്ലേ ചെയ്ത ഫസ്റ്റ് പ്ലെയർ ആരായിരുന്നു എന്നാണ് ചോദ്യം. ഫെൻസിങ്ങിൽ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത ഫസ്റ്റ് പ്ലെയർ ആരായിരുന്നു എന്നാണ് ചോദ്യം. റൈറ്റ് ആൻസർ ഭവാനി ദേവി റൈറ്റ് ആൻസർ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത നമ്മൾ പഠിക്കുന്ന ഒരുപാട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല കൂടുതലും കണ്ടുവരുന്നത്. ബേസിക് ലെവലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ ഏതൊക്കെ ഏരിയാസ് നിങ്ങൾ നോക്കണം റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുമ്പം എന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ടോക്കിയോ ഒളിമ്പിക്സ് ക്ലിയർലി പഠിച്ചിട്ട് പോകണം. ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടോക്കിയോ ഒളിമ്പിക്സ് എളുപ്പമാണെന്ന് പറഞ്ഞ് വിട്ടുകളയരുത്. ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് റിലേറ്റഡ് ടു ടോക്കിയോ ഒളിമ്പിക്സ്, അതുപോലെ എത്ര മെഡലുകൾ, പൊസിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ക്ലിയർലി നിങ്ങൾ പഠിക്കേണ്ടത്. അടുത്ത ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഗൂമർ ഡാൻസ് ഏത് സ്റ്റേറ്റിൽ പെർഫോം ചെയ്യുന്ന ഡാൻസ് ഫോം ആണെന്നാണ് ചോദിച്ചത്. ഗൂമർ ഡാൻസ് രാജസ്ഥാൻ. അടുത്തൊരു ചോദ്യമായിരുന്നു, ഒരു ബുക്കാണ് ചോദിച്ചത്. ബുക്സ് ആൻഡ് ഓതേഴ്സ്, അതും റീസെൻ്റ് ആയിട്ട് 2021 ആ ഒരു റേഞ്ച് 2021-22 സമയങ്ങളിലുള്ള ബുക്സും കറണ്ട് അഫയേഴ്സും പാർട്ടും എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. ബുക്കിന്റെ പേരായിരുന്നു ദ 7 Sins of Being Mother. The 7 Sins of Being Mother എന്നായിരുന്നു ബുക്കിന്റെ പേര്. The 7 Sins of Being Mother എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ ആരാണെന്നാണ് ചോദിച്ചത്. ബുക്കിന്റെ ഓതർ എന്ന് പറയുന്നത് തഹീര കശ്യപ് ഖുറാന. ഇത് ഹിന്ദി ഫിലിം ആക്ട്രസ് ആണ്. ഹിന്ദി ഫിലിം ആക്ടറായ ആയുഷ്മാൻ ഖുറാനയുടെ വൈഫാണ് തഹീര കശ്യപ് ഖുറാന. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ബുക്സ് ആൻഡ് ഓതേഴ്സ് ചോദിച്ചത്. അടുത്ത ചോദ്യം കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഷോർട്ട് കട്ട് കീ ടു ഓപ്പൺ ന്യൂ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ ഏതാണ്? കൺട്രോൾ എൻ ആണ് ആ കീ. ഇത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ചും കമ്പ്യൂട്ടറിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്, ഷോർട്ട് കട്ട് കീസ്, അതുപോലെ കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച്
ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. മെമ്മറീസ്, ഇങ്ങനെയുള്ള കമ്പ്യൂട്ടറിന്റെ മെമ്മറി, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഇതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം നമ്മൾ ക്ലിയർലി പഠിക്കേണ്ട ഒരു ഭാഗമാണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അടുത്ത ചോദ്യം, ലോ ഓഫ് ഇനേർഷ്യ ഈസ് ഓൾസോ നോൺ ആസ് എന്നാണ് ചോദിച്ചത്. ലോ ഓഫ് ഇനേർഷ്യ, ലോ ഓഫ് ഇനേർഷ്യ അറിയപ്പെടുന്ന പേര് ഫസ്റ്റ് ലോ, ന്യൂട്ടന്റെ ഒന്നാമത്തെ ലോയാണ് ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത്. ലോ ഓഫ് ഇനേർഷ്യ എന്നറിയപ്പെടുന്നത് ഫസ്റ്റ് ലോ, ന്യൂട്ടന്റെ ഒന്നാമത്തെ ലോയാണ്. പിന്നെ ചോദിച്ചത് പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതും ചോദിച്ചത് പാർട്ടാണ്. പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട്, പഞ്ചായത്തി രാജുമായിട്ട് റിലേറ്റ് ചെയ്ത പാർട്ടാണ് ചോദിച്ചത്. പാർട്ട് 9, പാർട്ട് 9 പാർട്ട് 9 പഞ്ചായത്തി രാജുമായിട്ട് റിലേറ്റ് ചെയ്ത പാർട്ട്. ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചാൽ 243 മുതൽ 243 വരെയാണ് പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടത്. ഇനിയും ഇതുമായിട്ട് ബന്ധപ്പെട്ട അമെൻമെന്റ് ആണെങ്കിൽ 73rd അമെൻമെന്റ് 1992, 73ാമത്തെ അമെൻമെന്റ് 1992. ഇനി അടുത്തത് പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 3 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്തൊക്കെയാണ്? 3 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്തൊക്കെയാണ്? 3 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റം എന്തൊക്കെയാണെന്നാണ്. ഒരു ടയർ എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത്, അടുത്തത് പഞ്ചായത്ത് സമിതി, തേർഡ് ടയർ ജില്ലാ പരിഷത്ത്. ഇതാണ് 3 ടയർ പഞ്ചായത്തി രാജ് സിസ്റ്റത്തിലുള്ളത്. ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്തി സമിതി, ജില്ലാ പരിഷത്ത്. പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒത്തിരി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ അടുത്ത ചോദ്യമായിരുന്നു ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്നത്. ക്യൂൻ ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? പൂനെ ഈസ് നോൺ ആസ് ക്യൂൻ ഓഫ് ഡെക്കാൻ. പിന്നീട് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. റൈറ്റ് ടു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കിയ അമെൻമെന്റ് ഏതാണ്? 86ാമത്തെ അമെൻമെന്റ്, 86th അമെൻമെന്റ് 2002, 86th അമെൻമെന്റ് 2002. ഇതിൽ ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആക്കാൻ വേണ്ടി ഇൻസേർട്ട് ചെയ്ത ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ഇൻസേർട്ട് ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനെ പറ്റിയാണ്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ 5th എഡിഷൻ എവിടാണെന്നാണ് ചോദിച്ചത്. 5th എഡിഷൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 5th എഡിഷൻ മധ്യപ്രദേശ് ആയിരുന്നു. മഹാരാഷ്ട്ര ആയിരുന്നു ഓവറോൾ ചാമ്പ്യൻസ്. അപ്പം ഇതിന്റെ എഡിഷൻ എവിടെ വെച്ചാണ് നടന്നത്? 5th എഡിഷൻ എവിടെ വെച്ചാണ് നടന്നതെന്നാണ് ചോദ്യം ചോദിച്ചത്. അടുത്ത ചോദ്യം, ഫസ്റ്റ് വുമൻ ഇൻ ഇന്ത്യ ടു വിൻ ഗോൾഡ് മെഡൽ ഇൻ ഒളിമ്പിക്സ്. ഫസ്റ്റ് വുമൻ ഇൻ ഇന്ത്യ ടു വിൻ ഗോൾഡ് മെഡൽ, ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടുന്ന ഫസ്റ്റ് ഇന്ത്യൻ വുമൻ ആരാണെന്നാണ് ചോദിച്ചത്. ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടുന്ന ഫസ്റ്റ് ഇന്ത്യൻ വുമൻ നമുക്കറിയാം, കർണം മല്ലേശ്വരിക്കാണ്. വെയിറ്റ് ലിഫ്റ്റിംഗിൽ അല്ലെ കർണം മല്ലേശ്വരിക്ക് 2000 സിഡ്നി ഒളിമ്പിക്സിലാണ് അവർക്ക് ഗോൾഡ് മെഡൽ കിട്ടുന്നത്. അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. സ്റ്റാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് US ഓപ്പൺ ചോദിച്ചു. US ഓപ്പൺ എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പത്തെ ഷിഫ്റ്റിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ ആണ് ചോദിച്ചതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവിടെ വീണ്ടും ചോദിച്ചു, അതായത് തൊട്ട് മുമ്പത്തെ ദിവസം ചോദിച്ചിട്ടുണ്ടായിരുന്നു. US ഓപ്പൺ ചോദിച്ചു. 2022 US ഓപ്പൺ മെൻസ് സിംഗിൾ ടൈറ്റിലാണ് ചോദിച്ചത്. മെൻസ് ടൈറ്റിൽ തന്നെയാണ് കഴിഞ്ഞ വട്ടവും ചോദിച്ചത്. ഇവിടെയും മെൻസ് ടൈറ്റിൽ തന്നെയാണ് ചോദിച്ചത്. 2022 മെൻസ് ടൈറ്റിൽ ആർക്കാണ് കിട്ടിയത്? കാർലോസ് അൽക്കറസിനാണ് 2022 മെൻസ് ടൈറ്റിൽ. ഞാൻ ലാസ്റ്റ് ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മസ്റ്റായിട്ട് നിങ്ങൾ 4 ഗ്രാൻഡ് സ്ലാംസും മെൻസ് ടൈറ്റിലും വിമൻ ടൈറ്റിലും നോക്കിയിട്ട് മസ്ത്രേ പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും വരുന്ന ഷിഫ്റ്റുകളിൽ നിങ്ങൾക്ക് ഇത് പ്രതീക്ഷിക്കാം, തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ്. ഗ്രാൻഡ് സ്ലാംസ് ഉറപ്പായിട്ട് US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, വിംബിൾഡൺ, ഫ്രഞ്ച് ഓപ്പൺ, ഇത് 4 നിങ്ങൾ മസ്റ്റായിട്ട് 4ലും അറ്റ്ലീസ്റ്റ് മെൻസ് ടൈറ്റിലും വുമൻസ് ടൈറ്റിലും എങ്കിലും നിങ്ങൾ നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. മസ്റ്റായിട്ടും അത് പഠിച്ചിട്ട് നിങ്ങൾ പോകാൻ ശ്രമിക്കുക. ഇനിയും അതുപോലെ വുമൻസ് ടൈറ്റിൽ കിട്ടിയത് ആർക്കാണ്? വുമൻസ് ടൈറ്റിൽ കിട്ടിയത് US ഓപ്പൺ ആണെങ്കിൽ വുമൻസ് ടൈറ്റിൽ കിട്ടിയത് ഇഗാ സ്വാറ്റെക്കിനാണ് അല്ലേ? ഇഗാ സ്വാറ്റെക്കിനാണ് വുമൻസ് ടൈറ്റിലും കിട്ടിയത്. ഇതുപോലെ ബാക്കിയുള്ള 3 ഗ്രാൻഡ് സ്ലാംസ് പഠിച്ചിട്ട് പോവുക.
അടുത്തൊരു ചോദ്യം സത്രിയ ഡാൻസ് ഫോം. സത്രിയ ഡാൻസ് ഫോം, ബിഹു, സത്രിയ ഇതൊക്കെ ഏത് സ്റ്റേറ്റിലെയാണ്? ആസാമിലെയാണ് ചോദ്യം. അപ്പോൾ ഡാൻസ് ഫോംസ് ഒക്കെ അത്യാവശ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചോദിച്ചിട്ടുള്ളൂ. ബിഹു, സത്രിയ രണ്ടും ചോദിച്ചു. ആസാമിലെ ഡാൻസ് ഫോംസ്. പിന്നെ ചോദിച്ച ചോദ്യം HTTPയുടെ ഫുൾ ഫോം. ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അബ്രീവിയേഷൻസും നോക്കിയിട്ട് പോകേണ്ടതാണ്. അബ്രീവിയേഷൻസ്, മെമ്മറീസ്, കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്, ബേസിക്സ്, ഷോർട്ട് കട്ട് കീസ്, ഇവിടെ നിന്നൊക്കെയാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത്. ഇനി HTTPയുടെ ഫുൾ ഫോം എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ HTTPയുടെ ഫുൾ ഫോം ആണ് ചോദിച്ചത്. HTTP, HTML, അതുപോലെ തന്നെ WWW എല്ലാ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ബേസിക് ആയിട്ടുള്ള SMTPയുടെ ഫുൾ ഫോം, POPയുടെ ഫുൾ ഫോം, ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ടേംസ് കമ്പ്യൂട്ടർ റിലേറ്റഡും ഇന്റർനെറ്റ് ആയിട്ട് റിലേറ്റഡുമായിട്ടുള്ള ബേസിക് ടേംസിന്റെ എല്ലാം ഫുൾ ഫോംസ് നിങ്ങൾ നോക്കിയിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ കുറച്ച് പഴയ വീഡിയോസ് ആണെങ്കിൽ പോലും ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ സെർച്ച് ചെയ്ത് ആ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഇനി വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് നീതി ആയോഗ്? നീതി ആയോഗിന്റെ പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചത്. നീതി ആയോഗ് എന്താണ് പർപ്പസ് എന്നാണ് ഫോം ചെയ്തതെന്ന് നമുക്കറിയാം. എന്നാണ്? ജനുവരി 1, 2015 നീതി ആയോഗ് ഫോം ചെയ്തത്. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ടു ഫോസ്റ്റർ ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. ടു ഫോസ്റ്റർ ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ടിസിപ്പേഷൻ ഇൻ എക്കണോമിക് പോളിസി മേക്കിംഗ് പ്രോസസ്. ഇൻ എക്കണോമിക് പോളിസി മേക്കിംഗ് പ്രോസസ്. ഇതാണ് നീതി ആയോഗിന്റെ പർപ്പസ് ഓഫ് നീതി ആയോഗ് എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി വീണ്ടും കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ലാസ്റ്റ് ദിവസങ്ങളിൽ ചോദിച്ച കുറെ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഡേയിലെ അല്ല, നമ്മൾ മാർച്ച് 14 വരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോദിച്ചത് പേഴ്സണാലിറ്റി റിലേറ്റഡ് ടു ഡാൻസ് ഫോം ആണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ചോദിച്ചത് ജതിൻ ഗോസ്വാമി എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നാണ് അടുത്ത ചോദ്യം ചോദിച്ചത്. ജതിൻ ഗോസ്വാമി നമ്പർ 28. ജതിൻ ഗോസ്വാമി വാസ് റിലേറ്റഡ് ടു എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സത്രിയ ഡാൻസ് ഫോമുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സത്രിയ ഡാൻസ് ഫോം. സത്രിയ ഏത് സ്റ്റേറ്റിലെയാണെന്ന് നമുക്ക് അറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ആസാമിലെയാണ്. അദ്ദേഹത്തിന് 2008 പത്മശ്രീ കിട്ടുന്നത്. 2008 പത്മശ്രീ വിന്നറാണ്. അടുത്ത ചോദ്യം ട്രിബ്യൂട്ടറീസ് ഓഫ് കാവേരി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാവേരിയുടെ ട്രിബ്യൂട്ടറീസ് ഫസ്റ്റ് ഡേയിൽ ഞാൻ പറഞ്ഞിരുന്നു. റിവേഴ്സ് ഓഫ് ഇന്ത്യ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രിബ്യൂട്ടറീസ് ഏതൊക്കെ സ്റ്റേറ്റിലൂടെ ഫോം ചെയ്യുന്നു, ഒറിജിൻ തുടങ്ങിയ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അത് കാവേരിയുടെ ട്രിബ്യൂട്ടറീസ് നമുക്ക് നോക്കാം. അർക്കാവതി, ഹേമവതി, കപില, അമരാവതി ഇതെല്ലാം എന്തിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്? കാവേരിയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. കാവേരി, കൃഷ്ണ, അതുപോലെ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസ്, ഗംഗയുടെ ട്രിബ്യൂട്ടറീസ്, യമുനയുടെ ട്രിബ്യൂട്ടറീസ്, ഇങ്ങനെയുള്ള റിവേഴ്സിന്റെ ട്രിബ്യൂട്ടറീസ് മസ്റ്റായിട്ട് നോക്കിയിട്ട് പോകാൻ പാടുള്ളൂ. അടുത്ത ചോദ്യം ഓൺ ദ ബാങ്ക് ഓഫ് വിച്ച് റിവർ ബ്രിട്ടീഷ് സെറ്റ് അപ്പ് ദെയർ ഫസ്റ്റ് ഫാക്ടറി. ബ്രിട്ടീഷുകാർ അവരുടെ ആദ്യത്തെ ഫാക്ടറി 1651 ഏത് റിവറിന്റെ തീരത്താണ് സെറ്റ് ചെയ്തതെന്നാണ് ചോദ്യം. ഉത്തരം ഹൂഗ്ലി റിവർ ഹൂഗ്ലിയുടെ തീരത്താണ് ബ്രിട്ടീഷുകാർ 1651 അവരുടെ ആദ്യത്തെ ഫാക്ടറി സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം വാട്ട് ആർ ദ 3 types ഓഫ് സെയ്സ്മിക് വേവ്സ്? എർത്ത് വേവ്സുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. 3 തരത്തിലുള്ള സെയ്സ്മിക് വേവ്സ് അല്ലെങ്കിൽ എർത്ത് വേവ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം ചോദിച്ചത്. സെയ്സ്മിക് വേവ്സ് അല്ലെങ്കിൽ എർത്ത് വേവ്സ് 3 തരത്തിലുള്ളത് ഏതൊക്കെയാണ്? ഒന്ന് പി വേവ്സ്, അതുപോലെ പ്രൈമറി വേവ്സ്, എസ് വേവ്സ്, സെക്കൻഡറി വേവ്സ്, അതുപോലെ സർഫസ് വേവ്സ്. പി വേവ്സ്, എസ് വേവ്സ്, സർഫസ് വേവ്സ്. പ്രൈമറി വേവ്സ്, സെക്കൻഡറി വേവ്സ്, സർഫസ് വേവ്സ് എന്നിങ്ങനെ 3 തരത്തിലുള്ള എർത്ത് വേവ്സ് ഉണ്ട്. അതാണ് ചോദ്യം ചോദിച്ചത്. അടുത്ത ചോദ്യം ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ചോദിച്ചത്. ആർട്ടിക്കിൾ റിലേറ്റഡ് ടു ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്. വളരെ എളുപ്പമുള്ള ആർട്ടിക്കിൾസ് ഒക്കെയാണ് ചോദിക്കുന്നത്. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ് ഏതാണ് ആർട്ടിക്കിൾ
ആർട്ടിക്കിൾ 61. ആർട്ടിക്കിൾ 61 ആണ് ഇംപീച്ച്മെന്റ് ഓഫ് പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. പിന്നീട് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ ആണ് പി എച്ച് വാല്യൂ ഓഫ് മിൽക്കിന്റെ പി എച്ച് വാല്യൂ ചോദിച്ചു. മിൽക്കിന്റെ പി എച്ച് വാല്യൂ അപ്രോക്സിമേറ്റ്ലി 6.5 അടുത്ത് വരുന്ന വാല്യൂ ആണ് 6.5 പി എച്ച് വാല്യൂ ഓഫ് മിൽക്ക്. ഇനി ബ്ലഡിന്റെ വേണമെങ്കിൽ ചോദിക്കാം. ബ്ലഡിന്റെ പി എച്ച് വാല്യൂ 7.3 അപ്രോക്സിമേറ്റ്ലി 7.3 ആണ്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ് 7.3 7.4 റേഞ്ച്. ബ്ലഡിന്റെ പി എച്ച് വാല്യൂ പ്യുവർ വാട്ടർ ആണെങ്കിൽ 7, പ്യുവർ വാട്ടർ ആണെങ്കിൽ 7. അതുപോലെ ഹൈലി ആസിഡിക് ആയിട്ടുള്ള സബ്സ്റ്റൻസുകളുടെ ഇപ്പം സിട്രിക് ആസിഡ് അതിൻ്റെയൊക്കെ പി എച്ച് വാല്യൂ പറയുമ്പോൾ 2ന്റെ റേഞ്ചിലായിരിക്കും. അപ്പോൾ ആ ഒരു റേഞ്ച് എങ്കിലും മനസ്സിലാക്കി. സിട്രിക് ആസിഡ് അതുപോലെ ഹൈഡ്രോക്ലോറിക് ഗ്യാസ്ട്രിക് ജ്യൂസിൽ കാണപ്പെടുന്ന ആസിഡ് ഇതൊക്കെ അപ്രോക്സിമേറ്റ് 2ന്റെ അടുത്താണ് പി എച്ച് വാല്യൂ വരുന്നത്. ഇങ്ങനെ പി എച്ച് വാല്യൂസ് അത്യാവശ്യം വേണ്ട സബ്സ്റ്റൻസുകളുടെ പി എച്ച് വാല്യൂസ് അറിഞ്ഞിരിക്കണം. പിന്നെ ചോദിച്ച അടുത്ത ചോദ്യം ദിങ് എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ഹു വാസ് നോൺ ആസ് ദിങ് എക്സ്പ്രസ്. ദിങ് എക്സ്പ്രസ് ആരാണ് ദിങ് എക്സ്പ്രസ്? ഹിമാദാസ് ആണ് ദിങ് എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ സ്പ്രിന്റർ ആണ് അല്ലെ, ഇന്ത്യൻ സ്പ്രിന്റർ ഫ്രം ആസാമിൽ നിന്നുള്ള സ്പ്രിന്റർ ആണ് ഹിമാദാസ്. ഓക്കെ, അടുത്ത ചോദ്യം ചോദിച്ചത് ICC വുമൻസ് 2020 വേൾഡ് കപ്പ്. ICC വുമൻസ് 2020 വേൾഡ് കപ്പിനെ പറ്റിയാണ്. 2024 വേൾഡ് കപ്പിന്റെ വെന്യൂ ആണ് ചോദിച്ചത്. ICC T20 വേൾഡ് കപ്പ് വുമൻസിന്റെ T20 വേൾഡ് കപ്പ് 2024 നടക്കാൻ പോകുന്ന സ്ഥലമാണ് ബംഗ്ലാദേശ് ആണ് വെന്യൂ. 2024 പറഞ്ഞത്. 2026 ആണെങ്കിൽ ഇംഗ്ലണ്ടിലാണ് 2026 നടക്കാൻ പോകുന്നത്. 2024 വെന്യൂ എന്ന് പറയുന്നത് ബംഗ്ലാദേശ്, 2026 ഇംഗ്ലണ്ടിലാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അടുത്ത ചോദ്യം ട്രീറ്റി ഓഫ് പുരന്ദർ നടന്ന വർഷം. ട്രീറ്റീസ് വാറുകൾ ഒക്കെ പഠിക്കേണ്ടതാണ്. ട്രീറ്റി ഓഫ് പുരന്ദർ നടന്ന വർഷം 11 ജൂൺ 1665. ഇതായിരുന്നു ക്വസ്റ്റ്യൻ. അടുത്ത ചൗ ഡാൻസ് ഫോം. ചൗ എന്ന് പറയുന്ന ഡാൻസ് ഫോംസ് പല ഷിഫ്റ്റുകളിലായിട്ട് ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് നമ്പർ ക്വസ്റ്റ്യൻസ് ഒന്നും ഒരു ഷിഫ്റ്റിലില്ല, എന്നാലും ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ച് പല ഷിഫ്റ്റുകളിലും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ ചൗ ഡാൻസ് ഫോം ജാർഖണ്ഡിലെ ഡാൻസ് ഫോമാണ്. ഡാൻസ് ഫോംസ് അപ്പോൾ എന്തായാലും നോക്കിയിട്ടേ പോകാവൂ. അത്യാവശ്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാൻസ് ഫോംസ് എങ്കിലും നിങ്ങൾ നോക്കി തന്നെ പോകാൻ പാടുള്ളൂ. ഓക്കെ, അടുത്തത് വിച്ച് അലോയ് ഈസ് എ മിക്സ്ചർ ഓഫ് കോപ്പർ ആൻഡ് സിങ്ക്. കോപ്പറിന്റെയും സിങ്കിന്റെയും മിക്സ്ചർ ആയിട്ടുള്ള അലോയ് ആണ് ബ്രാസ്. കോപ്പറും ടിന്നും ആണെങ്കിലാണ് ബ്രോൺസ്. കോപ്പറും സിങ്കും ആണെങ്കിൽ ബ്രാസ്, കോപ്പറും ടിന്നും ആണെങ്കിൽ ബ്രോൺസ്. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് അലോയ്സ് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾ നോക്കേണ്ട അലോയ്സ് എന്ന് പറയുന്നത് ഡ്യൂറാലുമിൻ നോക്കണം. ഡ്യൂറാലുമിൻ എന്തിനു യൂസ് ചെയ്യുന്നു? ഡ്യൂറാലുമിൻ. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ കോൺസ്റ്റുവൻസ് അത് എന്തിനു യൂസ് ചെയ്യുന്നു? നിക്രോം, അൽനിക്കോ ഇതിന്റെ എല്ലാം കോൺസ്റ്റുവൻസും, അതുപോലെ സോൾഡർ അയൺ, ഇതെല്ലാം എന്തിൻ്റെയാണ് ഇതിന്റെ കോൺസ്റ്റുവൻസും ഉപയോഗിക്കുന്നതും ഒക്കെ നോക്കിയിട്ടേ പോകാൻ പാടുള്ളൂ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് നോബൽ പ്രൈസ് ഇൻ ഫിസിക്സ് ചോദിച്ചു. 2022 നോബൽ പ്രൈസ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, നോബൽ പ്രൈസുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ടും നോബൽ പ്രൈസുകൾ പഠിച്ചിട്ടേ പോകാൻ പാടുള്ളൂ. നോബൽ പ്രൈസ് വിന്നർ ഇൻ ഫിസിക്സ് 2022 ആണ് ചോദിച്ചത്. 2022 നോബൽ പ്രൈസ് വിന്നേഴ്സ് ഇൻ ഫിസിക്സ് ആണ് ചോദിച്ചത്. ആളുകൾ 3 പേര് ചേർന്നിട്ടാണ് ഷെയർ ചെയ്തിരിക്കുന്നത്. അലൈൻ ആസ്പെക്ട്, അതുപോലെ ആന്റോൺ സെലിംഗർ, അതുപോലെ ജോൺ ക്ലോസ് ഇവർ ചേർന്നിട്ടാണ് ഫിസിക്സ് നോബൽ പ്രൈസ് ഷെയർ ചെയ്തിരിക്കുന്നത് 2022. അപ്പോൾ ഫിസിക്സ് നോബൽ പ്രൈസ് ചോദിച്ചു, അത് തന്നെ പഠിക്കണം എന്നല്ല, അത് കൂടാതെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോമെഡിക്കൽ സയൻസ്, ലിറ്ററേച്ചർ എല്ലാ ഫീൽഡിലുമുള്ള നോബൽ പ്രൈസുകൾ നിങ്ങൾ മസ്റ്റായിട്ട് പഠിച്ചിട്ട് മാത്രമേ പോകാൻ പാടുള്ളൂ. അടുത്ത ചോദ്യം ഹു ഹാസ് ബീൻ റീ എലക്റ്റഡ് ആസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രസിഡന്റ് ആയിട്ട് റീ എലക്ട് ചെയ്യപ്പെട്ട ഇന്ത്യൻ ആരാണ്? ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രസിഡന്റ് ആയിട്ട് റീ എലക്ട് ചെയ്തത് R.K. സിംഗ് ആണ്. പവർ ആൻഡ് റിന്യൂവബിൾ എനർജി മിനിസ്റ്ററായ R.K. സിംഗിനെയാണ്
ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും എലക്ട് ചെയ്യപ്പെട്ടത്. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ വിച്ച് സ്റ്റേറ്റ്, ഏത് സ്റ്റേറ്റിലാണ് 9th വേൾഡ് ആയുർവേദ കോൺഗ്രസ്, 9th വേൾഡ് ആയുർവേദ കോൺഗ്രസ്, 9th വേൾഡ് ആയുർവേദ കോൺഗ്രസ് ഹെൽഡ്? ഏത് സ്റ്റേറ്റിൽ വെച്ചിട്ടാണ് 9th വേൾഡ് ആയുർവേദ കോൺഗ്രസ് നടന്നത്? എവിടെ വെച്ചിട്ടാണ്? ഗോവയിൽ വെച്ചിട്ടാണ് 9th വേൾഡ് ആയുർവേദ കോൺഗ്രസ് നടന്നത്. അതുപോലെ അടുത്ത ബുക്ക് ചോദിച്ചു, ദ ബെഞ്ച് എന്ന് പറയുന്ന ബുക്ക്, ദ ബെഞ്ച് എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ ആരാണെന്നാണ് ചോദിച്ചത്. ദ ബെഞ്ച് എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ മെഗാൻ മാർക്കിൾ, മെഗാൻ മാർക്കിൾ ആണ്, മെഗാൻ മാർക്കിൾ ആണ് ദ ബെഞ്ച് എന്ന് പറയുന്ന ബുക്കിന്റെ ഓതർ. ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പിക്ചർ ബുക്കാണ് ദ ബെഞ്ച് എന്ന് പറയുന്നത്, ആ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പിക്ചർ ബുക്കാണ്. അടുത്ത ചോദ്യം ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. വിച്ച് ജനറേഷൻ കമ്പ്യൂട്ടർ, വിച്ച് ജനറേഷൻ, ഏത് ജനറേഷൻ കമ്പ്യൂട്ടർ ആണ് IBM 360 എന്നാണ് ചോദിച്ചത്. ജനറേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് എന്ന് ക്വസ്റ്റ്യൻ വന്നു. IBM 360 ഏത് ജനറേഷൻ കമ്പ്യൂട്ടർ ആണെന്നാണ് ചോദ്യം ചോദിച്ചത്. അത് 3rd ജനറേഷൻ കമ്പ്യൂട്ടേഴ്സ് ആണ്, 3rd ജനറേഷൻ. അപ്പൊ ജനറേഷൻസ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ട്. എക്സാമ്പിൾ വരെ ചോദിച്ചു അല്ലെ, ഏത് ജനറേഷൻ കമ്പ്യൂട്ടർ ആണ്, ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, 3rd ജനറേഷൻ എന്ന് പറയുന്ന ഏത് ജനറേഷനിലെയാണ് കമ്പ്യൂട്ടർ IBM 360? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പൊ കമ്പ്യൂട്ടർ, ഒത്തിരി ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. അതുപോലെ ചോദിച്ച അടുത്തൊരു ക്വസ്റ്റ്യൻ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് അറിയുന്നത്. ഇന്റർനാഷണൽ വുമൻസ് ഡേ ചോദിച്ചു. ഇന്റർനാഷണൽ വുമൻസ് ഡേ ഡേറ്റ് ആണ് ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചത്. വുമൻസ് ഡേ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, എന്നാണ്? മാർച്ച് 8, മാർച്ച് 8 ഡേറ്റ് ആണ് ചോദിച്ചത്. ഇനിയും 2023 2022 തീമും കൂടെ അറിയാം. 2023 എന്ന് പറയുമ്പോൾ റീസെന്റ് ആയിട്ട് നടന്നതാണ്. അപ്പൊ അതിന്റെ തീം നമുക്കറിയാം, ഡിജിറ്റ്. 2023 തീം ഡിജിറ്റൽ ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി എന്നായിരുന്നു. ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി എന്നായിരുന്നു. ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി ഫോർ ജെൻഡർ ഇക്വാലിറ്റി ഇതായിരുന്നു 2023 തീം. 2023 തീമാണ് പറഞ്ഞത്. ഇപ്പൊ നടന്നത് റീസെന്റ് ആയിട്ട് മാർച്ച് 8 ആയിരുന്നു. അതിന്റെ തീമാണ് പറഞ്ഞത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയില്ല, കാരണം ഏറ്റവും അടുത്ത് നടന്നതല്ലേ, ഇപ്പൊ എക്സാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമായിരുന്നു. അതുകൊണ്ട് തന്നെ 2022 തീം അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ആക്സലറേറ്റ് ഇക്വാലിറ്റി എന്നാണ് 2022 തീം. ആക്സലറേറ്റ് ഇക്വാലിറ്റി, ആക്സലറേറ്റ് ഇക്വാലിറ്റി എന്നാണ് 2022 തീം. ഓക്കെ, അടുത്ത ചോദ്യം. വിച്ച് കോറിഡോർ, പ്രൈം മിനിസ്റ്റർ ഇനോഗ്രേറ്റ് ചെയ്തൊരു കോറിഡോറിനെ പറ്റിയാണ് ചോദിച്ചത്. വിച്ച് കോറിഡോർ ഹാസ് ബീൻ ഇനോഗ്രേറ്റഡ് ബൈ PM മോദി ഇൻ ഒക്ടോബർ 2022? ഇങ്ങനെയാണ് ചോദിച്ചത്. ഇനോഗ്രേറ്റഡ് ബൈ മോദി, നരേന്ദ്രമോദി 2022 ഒക്ടോബറിൽ ഇനോഗ്രേറ്റ് ചെയ്ത കോറിഡോറിന്റെ പേരാണ് ചോദിച്ചത്. നിങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവും, മഹാകാൽ കൊറിഡോർ. നിങ്ങൾ ന്യൂസിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. മഹാകലേശ്വർ ടെമ്പിളിലേക്കുള്ളൊരു 900 മീറ്റർ, മഹാകലേശ്വർ ടെമ്പിളിലേക്കുള്ളൊരു 900 മീറ്റർ ലെങ്ത് ഉള്ള ഒരു കോറിഡോറാണ്. അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉജ്ജയിൻ, MP-യില് ഉജ്ജയിനിലാണ് ഈ ഒരു കോറിഡോർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത് ന്യൂസിലൊക്കെ നമ്മൾ വായിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, മഹാകാൽ കൊറിഡോർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 4th എഡിഷൻ ഓഫ് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ചോദിച്ചു. 4th എഡിഷൻ ഖേലോ ഇന്ത്യ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഖേലോ ഇന്ത്യ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാം ചോദിക്കാൻ സാധ്യതയുണ്ട്. 4th എഡിഷൻ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന്റെ സ്ഥലമാണ് ചോദിച്ചത്. അതെവിടെയാണ്? ഹരിയാന, 4th എഡിഷൻ. 5th എഡിഷൻ ആണെങ്കിൽ അത് MP, മധ്യപ്രദേശിലാണ് 5th എഡിഷൻ കണ്ടക്ട് ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. ഹരിപ്രസാദ് ചൗരസ്യ ഇസ് റിലേറ്റഡ് ടു, സ്ഥിരം ചോദിക്കുന്നതാണ്, സ്ഥിരമായിട്ട് എക്സാംസിന് ചോദിക്കാറുണ്ട്. ഹരിപ്രസാദ് ചൗരസ്യ പേഴ്സണാലിറ്റീസ് റിലേറ്റഡ് ടു ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ്, അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓരോ ഇൻസ്ട്രുമെന്റുകളുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സണാലിറ്റീസ്. ഹരിപ്രസാദ് ചൗരസ്യ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഫ്ലൂട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റീസ് റിലേറ്റഡ് ടു ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ്, ഡാൻസ് ഫോംസ്, ഇതെല്ലാം നമ്മൾ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ GD എക്സാം നടന്നപ്പോൾ അതിന്റെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിനകത്ത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തൊരു ചോദ്യമായിരുന്നു, ഹു ഇസ് ദ പ്രസിഡന്റ് ബോൺ ആഫ്റ്റർ ഇന്ത്യസ് ഇൻഡിപെൻഡൻസ്? ഫസ്റ്റ് പ്രസിഡന്റ് ബോൺ ആഫ്റ്റർ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ച
പ്രസിഡന്റ് ബോൺ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ച പ്രസിഡന്റ് ആര്? ദ്രൗപദി മുർമു. ഇപ്പോഴത്തെ പ്രസിഡന്റായ ദ്രൗപദി മുർമു ആണ്. അടുത്തൊരു ചോദ്യം ചോദിച്ചത് ഫേമസ് റൂളർ ഓഫ് മറാത്ത എംപയർ. മറാത്ത എംപയറിലെ ഫേമസ് റൂളർ എന്നാണ് ചോദിച്ചത്. മറാത്ത എംപയർ, നമുക്ക് മറാത്ത എംപയർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്ന പേരാണ് ശിവാജി. ശിവാജി, അത് തന്നെയായിരുന്നു ഓപ്ഷനിൽ ഉണ്ടായിരുന്നത്. ശിവാജിയാണ് റൈറ്റ് ആൻസർ. ഈ ഒരു എക്സാമിന് ചോദിച്ചത്, ഇത് നമുക്ക് കോണ്ടെക്സ്റ്റിൽ ഓപ്ഷൻസിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഉത്തരങ്ങളൊക്കെ വരുന്നത്. പിന്നെ ചോദിച്ചത് FTPയുടെ ഫുൾ ഫോം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അബ്രീവിയേഷൻസ് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന്. FTPയുടെ ഫുൾ ഫോം ചോദിച്ചു. നമുക്കറിയാം ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് FTP. ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. ഫയർ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ ആണ് FTP. അപ്പം അബ്രിവിയേഷൻസിന്റെ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ടും കാണുക. ഒരുപാട് കുറച്ച് നാളുകൾ മുമ്പ് ചെയ്താണ്. നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കിട്ടുന്നതായിരിക്കും. ആ ഒരു അബ്രിവിയേഷൻസിന്റെയും കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിന്റെയും ഒക്കെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക. അടുത്ത ചോദ്യം, ഹൂ ലെഡ് ദ ബ്രിട്ടീഷ് സൈഡ്? ബ്രിട്ടീഷ് സൈഡ് ആരാണ് ലീഡ് ചെയ്തത് ഇൻ ദ ബാറ്റിൽ ഓഫ് പ്ലാസി? ബാറ്റിൽ ഓഫ് പ്ലാസി. ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് ഡേയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബാറ്റിൽ ഓഫ് പ്ലാസി നടന്നത് 1757 ജൂൺ 23 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരെ ലീഡ് ചെയ്ത ആരാണ്? അത് ഞാൻ അന്നത്തെ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ റോബർട്ട് ക്ലൈവ് ആയിരുന്നു. അതേസമയം നവാബ് ഓഫ് ബംഗാൾ ആയിട്ട് ഇന്ത്യയിൽ നിന്ന് ഫൗട്ട് ചെയ്ത ആളുടെ പേരാണ് സിറാജ് ഉദ് ദൗള. സിറാജ് ഉദ് ദൗള. ഇതിനകത്ത് റോബർട്ട് ക്ലൈവ് വിജയിക്കുകയും ബ്രിട്ടീഷുകാർ അവരുടെ ഭരണം ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാനും കാരണമായ വാറാണ് ബാറ്റിൽ ഓഫ് പ്ലാസി. ഓക്കെ, അടുത്തത് ഹയസ്റ്റ് പീക്ക് ഇൻ ഈസ്റ്റേൺ ഗട്ട്സ്. ചോദിച്ചത് ഈസ്റ്റേൺ ഗട്ട്സിലെ ഹയസ്റ്റ് പീക്ക് ഇൻ ഈസ്റ്റേൺ ഗട്ട്സ് ആണ് ചോദിച്ചത്. ഈസ്റ്റേൺ ഗട്ട്സിലെ ഹയസ്റ്റ് പീക്ക്. ഉത്തരം മഹേന്ദ്രഗിരി. ഈസ്റ്റേൺ ഗട്ട്സിലെ മഹേന്ദ്രഗിരി. ഇനിയും വെസ്റ്റേൺ ഗട്ട്സിലെ ആണെങ്കിലോ നമുക്കറിയാം വെസ്റ്റേൺ ഗട്ട്സിലെ ഏറ്റവും ഹയസ്റ്റ് പീക്കിന്റെ പേരാണ് ആനമുടി പീക്ക്. ഓക്കെ, അടുത്ത ചോദ്യം, തമിഴ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്ന, തമിഴ് ന്യൂ ഇയറിന് അറിയപ്പെടുന്ന പേര്, തമിഴ് ന്യൂ ഇയർ പുത്തനാണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ്, അത് അത്ര ഒരു കാര്യമായ ഒരു ക്വസ്റ്റ്യൻ ആണോ എന്നറിയില്ല, എന്നാലും അങ്ങനെ ചോദിച്ച ചോദ്യമാണ്. തമിഴ് ന്യൂ ഇയർ അറിയപ്പെടുന്ന നെയിമാണ് പുത്തനാണ്ട് എന്ന ചോദ്യം. അടുത്ത ചോദ്യം ബുക്കാണ് വീണ്ടും ചോദിച്ചിരിക്കുന്നത്. മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. നമുക്ക് എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. ആരുടെ ബുക്കാണ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്? ആരുടെ ബുക്കാണ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്? അരുന്ധതി റോയുടെ ബുക്കാണ് മിനിസ്ട്രി ഓഫ് അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ്. ഓക്കെ, ഇനി അടുത്ത ഒരു ചോദിച്ചത് വീണ്ടും കമ്പ്യൂട്ടറിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടറിൽ നിന്ന് ചോദിച്ച ചോദ്യമാണ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആണ്. സോഫ്റ്റ്വെയർ വിച്ച് ക്യാൻ ക്യാപ്ചർ ഡിസ്പ്ലേ ആൻഡ് മാനിപ്പുലേറ്റ്. Software which can capture, display and manipulate data arranged in rows and columns. Software which can capture, display and manipulate data arranged in rows and columns. അറിയപ്പെടുന്ന പേരാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ. സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർസ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ യൂസ് ചെയ്യാറുള്ള എക്സൽ ഒക്കെ അല്ലെ, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം. അപ്പോൾ കമ്പ്യൂട്ടറിൽ നിന്നും നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. കമ്പ്യൂട്ടർ അത്ര എളുപ്പമാണെന്ന് വിചാരിച്ച് ഒരുപാട് പേര് CGL എക്സാമിന് ക്വാളിഫൈ ചെയ്യാതെ പോയ ഒരു കാര്യമാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടറിന് വേണ്ടുന്നത്ര ശ്രദ്ധ കൊടുത്ത് തന്നെ നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്യണം. കമ്പ്യൂട്ടർ വിട്ട് കളയരുത്. എളുപ്പമാണെന്ന് കരുതി ജസ്റ്റ് വിടാൻ നിൽക്കരുത്. ആ ഒരു ടോപ്പിക്ക് നിങ്ങൾ ജസ്റ്റ് ലീവ് ചെയ്തിട്ട് പോകരുത്. അടുത്ത ചോദ്യം, ഇഫ് BMI ബോഡി മാസ് ഇൻഡെക്സ് ആണ്, BMI ഈസ് 18.5, വാട്ട് ഇറ്റ് മീൻസ് എന്നാണ് ചോദ്യം. 18.5 ബോഡി മാസ് ഇൻഡെക്സ് എങ്കിൽ എന്ത് മനസ്സിലാക്കാം? അണ്ടർ വെയിറ്റ് ആണെന്ന് മനസ്സിലാക്കാം. വെയിറ്റ് കുറവാണ്, അണ്ടർ വെയിറ്റ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പം BMI നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ്, ബോഡി മാസ് ഇൻഡെക്സ് നോക്കിയിട്ട് അതിന്റെ വാല്യൂ കണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് ഒബേസിറ്റി ഉണ്ടോ അല്ലെങ്കിൽ ഒബേസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നോ നോർമൽ വെയിറ്റ് ആണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? 18.5-നും 18.5-നും 24.9-നും ഇടയിലാണെങ്കിലാണ് നോർമൽ. ഇത് 18 എന്ന് പറയുമ്പോൾ അണ്ടർ വെയിറ്റ് ആണ്, ഏകദേശം ആ നോർമലിന്റെ അങ്ങേ താഴെ ലിമിറ്റ് അല്ലേ, അതുകൊണ്ട് അണ്ടർ വെയിറ്റ് എന്ന് പറയാം. അപ്പൊ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നത് 18.5 മുതൽ 24.9 മുതൽ.
വരെ. ഇനി 25 മുതൽ 29.9 വരെ, അല്ലെ 30-അടുത്ത് വരെയാണെങ്കിൽ പ്രീ ഒബേസിറ്റി എന്ന് പറയാം. പ്രീ ഒബേസിറ്റി 30 മുതൽ 34.9 ആണെങ്കിൽ ഒബേസിറ്റി ക്ലാസ് 1, ഒബേസിറ്റി ക്ലാസ് 1, ഒബേസിറ്റി ക്ലാസ് 1 എന്ന് പറയാം. ഓക്കെ. ഇനി അടുത്ത ചോദ്യം, രാഷ്ട്രീയ യുവ ഖേൽ നിധി, രാഷ്ട്രീയ യുവ ഖേൽ നിധി, രാഷ്ട്രീയ യുവ ഖേൽ നിധി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ്. രാഷ്ട്രീയ യുവ ഖേൽ നിധി എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷമാണ് ചോദിച്ചത്. 2001, 2001 എസ്റ്റാബ്ലിഷ് ചെയ്തത്. അടുത്ത ചോദിച്ച ചോദ്യമാണ് പെനാൽറ്റി കോർണർ. പെനാൽറ്റി കോർണർ ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട ടേം ആണെന്നാണ് ചോദിച്ചത്. ഓപ്ഷനിൽ ഹോക്കിയാണ് ഉണ്ടായിരുന്നത്. ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട് യൂസ് ചെയ്യുന്ന ടേമാണ് പെനാൽറ്റി കോർണർ. അടുത്ത ചോദ്യം ചോദിച്ചത് മാലിക് ആസിഡ് പ്രസന്റ് ചെയ്യുന്ന ഫ്രൂട്ട് ഏത് ഫ്രൂട്ടിലാണ് മാലിക് ആസിഡ് ഉള്ളത്? ആപ്പിളിൽ പ്രസന്റ് ചെയ്യുന്ന ആസിഡാണ് മാലിക് ആസിഡ്. അതുപോലെ കാപ്രിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ടാർട്ടാറിക് ആസിഡ്, ഇങ്ങനെ സിട്രിക് ആസിഡ്, ഈ ആസിഡുകളൊക്കെ ഏത് സബ്സ്റ്റൻസിലാണെന്ന് ചോദിക്കാം. ആസിഡുകളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ. അതിനകത്ത് ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പറ്റുമെങ്കിൽ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. CAG-യുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ചോദിച്ചു. 148, 147 മുതൽ 151 വരെ CAG-യുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 148 ആണ് CAG-യുടെ കാര്യങ്ങൾ പറയുന്നത്. 148 CAG-യുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ. അടുത്തത് VSHORADS, VSHORADS മിസൈൽ ഈസ് ലോഞ്ച്ഡ് ബൈ, ആരാണ് VSHORADS മിസൈൽ ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. DRDO ആണ് VSHORADS മിസൈൽ. ഇതിന്റെ ഫുൾ ഫോം നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം എന്നാണ്. വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈൽ. ഇത് ഇന്ത്യയുടെ തന്നെ മിസൈൽ സിസ്റ്റം ആണ് ഡെവലപ്പ് ചെയ്തത്. DRDO ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അടുത്തൊരു ചോദ്യം, ജൽദൂത് ആപ്പ് ഏത് യൂണിയൻ മിനിസ്ട്രിയാണ് ലോഞ്ച് ചെയ്തതെന്ന ചോദ്യം. ഏത് യൂണിയൻ മിനിസ്ട്രിയാണ് ജൽദൂത് ആപ്പ് ലോഞ്ച് ചെയ്തതെന്നാണ് ചോദ്യം. ചോദ്യത്തിന്റെ ഉത്തരം മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രിയാണ് ജൽദൂത് ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്തത്. ജൽദൂത് ആപ്ലിക്കേഷൻ. അടുത്ത ചോദ്യം, 2014 ഭാരതരത്ന കിട്ടിയ പ്ലെയർ ആരാണെന്നാണ് ചോദ്യം. 2014 ഭാരതരത്ന കിട്ടിയ സ്പോർട്സ് പ്ലെയർ ആരാണെന്നാണ് ചോദ്യം. നമുക്കറിയാം സ്പോർട്സ് പ്ലെയർ ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കറിനാണ് 2014 ഭാരതരത്ന അവാർഡ് കിട്ടിയത്. അതുപോലെ അടുത്തൊരു ചോദ്യം, സ്ട്രേറ്റ് വിച്ച് കണക്ട്സ് ആർട്ടിക് ഓഷ്യൻ ആൻഡ് പസഫിക് ഓഷ്യൻ. ആർട്ടിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രേറ്റ് ഏതാണെന്നാണ് ചോദിച്ചത്. ഉത്തരം ബെറിംഗ് സ്ട്രേറ്റ് ആണ് ആർട്ടിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും കണക്ട് ചെയ്യുന്നത്. ആർട്ടിക് ഓഷ്യനെയും പസഫിക് ഓഷ്യനെയും കണക്ട് ചെയ്യുന്നത് ബെറിംഗ് സ്ട്രേറ്റ് ആണ്. അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചോദ്യം, രഞ്ജി ട്രോഫി 2022 രഞ്ജി ട്രോഫി വിന്നർ ആണ് ചോദിച്ചത്. രഞ്ജി ട്രോഫി വിന്നർ ആണ് ചോദിച്ചത്. 2022 വിന്നർ മധ്യപ്രദേശ് ആയിരുന്നു. 2022-23 വിന്നർ, നെക്സ്റ്റ് കറണ്ട് വിന്നർ എന്ന് പറഞ്ഞാൽ സൗരാഷ്ട്രയാണ്. ഇപ്പോഴത്തെ വിന്നർ സൗരാഷ്ട്രയാണ്. അപ്പൊ 2022 MP മധ്യപ്രദേശ് ആയിരുന്നു. ഇപ്പോഴത്തെ വിന്നർ ചോദിച്ചത് മധ്യപ്രദേശ് ആണ് ചോദിച്ചത്. ഇപ്പോഴത്തെ കറണ്ട് വിന്നർ എന്ന് പറയുന്നത് സൗരാഷ്ട്രയാണ്. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ അറ്റോമിക് മാസ് ഓഫ് സോഡിയം ചോദിച്ചു. അറ്റോമിക് മാസ്, സോഡിയത്തിന്റെ അറ്റോമിക് മാസ് ആണ് ചോദിച്ചത്. അറ്റോമിക് മാസ് ഓഫ് സോഡിയം എന്ന് പറയുന്ന എലമെന്റിന്റെ സിമ്പൽ Na എന്നാണ്. അതിന്റെ ലാറ്റിൻ നെയിം നേട്രിയം എന്നാണ്. ഇതിന്റെ അറ്റോമിക് നമ്പർ ആണെങ്കിൽ എത്രയാ? 11. മാസ് നമ്പർ അല്ലെങ്കിൽ അറ്റോമിക് മാസ് എന്ന് ചോദിച്ചാൽ 23 കേട്ടോ. മാസ് നമ്പർ 23. അടുത്തത്, വാട്ട് ഈസ് ദ ഏൻഷ്യന്റ് നെയിം ഓഫ് കലിംഗ. ഏൻഷ്യന്റ് നെയിം അല്ല, കലിംഗ എന്ന് പറയുന്നത് ഏത് സ്ഥലത്തിന്റെ ഏൻഷ്യന്റ് നെയിം ആണെന്ന് ചോദിച്ചത്. കലിംഗ ഇസ് ദ ഏൻഷ്യന്റ് നെയിം ഓഫ്
കലിംഗ. കലിംഗ എന്ന് പറയുന്നത് ഏത് സ്ഥലത്തിന്റെ ഏൻഷ്യൻ നെയിമാണ്? ഒറീസയുടെ ഏൻഷ്യൻ നെയിമാണ് കലിംഗ. അതുപോലെ അടുത്ത ചോദ്യം ചോദിച്ചത് കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചു. കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചു. 2022 കോമൺവെൽത്ത് ഗെയിംസ് കണ്ടക്ട് ചെയ്തത് എവിടാണെന്നാണ് ചോദിച്ചത്. ബെർമിംഗ്ഹാം UK-യിലെ ബെർമിംഗ്ഹാമിൽ വെച്ചിട്ടാണ് 2022 കോമൺവെൽത്ത് ഗെയിംസ് നടന്നത്. 2018 നടന്നത് ഗോൾഡ് കോസ്റ്റിലായിരുന്നു. ഓസ്ട്രേലിയയിലെ ഗോൾഡ് കോസ്റ്റിലായിരുന്നു. ഈ 2022 നടന്നത് ബെർമിംഗ്ഹാം UK-യിലാണ് നടന്നത്. അടുത്തത് ഒരു ബുക്ക്, വീണ്ടും ബുക്കുകൾ ചോദിച്ചു. ഒത്തിരി ബുക്സ് ചോദിക്കുന്നുണ്ട്. ആൻ എറ ഓഫ് ഡാർക്ക്നെസ് ആരുടെ ബുക്കാണ്? എറ ഓഫ് ഡാർക്ക്നെസ് നമുക്കറിയാം, നമ്മളൊക്കെ ന്യൂസിലൊക്കെ വായിച്ചിട്ടുള്ളതാണ്. ശശി തരൂറിന്റെ ബുക്കാണ് ആൻ എറ ഓഫ് ഡാർക്ക്നെസ്. അടുത്ത ചോദ്യം, ഒൺലി ഫ്ലോട്ടിംഗ് ലേക്ക് ഇൻ ദ വേൾഡ്. ഫ്ലോട്ടിംഗ് ലേക്ക്, ഇന്ത്യയിലെ ഫ്ലോട്ടിംഗ് ലേക്ക് ഏതാണ്? ഫ്ലോട്ടിംഗ് ലേക്ക് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആ പേരാണ് പഠിക്കുന്നത്. ഫ്ലോട്ടിംഗ് ലേക്ക് ലോക്താക്ക് ആണ്. ഓക്കെ, ലോക്താക്ക് ലേക്ക് ആണ് ഫ്ലോട്ടിംഗ് ലേക്ക് ഇൻ ഇന്ത്യയിലെ ഫ്ലോട്ടിംഗ് ലേക്ക്. പിന്നെ ചോദിച്ച ചോദ്യമാണ് ഫിലിം ഫെയർ അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട്. ഫിലിം ഫെയർ അവാർഡ്സ് 67ാമത് ഫിലിം ഫെയർ അവാർഡ്, 67th ഫിലിം ഫെയർ അവാർഡ്സിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത് ആർക്കാണ്? ബെസ്റ്റ് ആക്ടർ അവാർഡ് രൺവീർ സിംഗിനാണ്. രൺവീർ സിംഗ് 83 എന്ന് പറയുന്ന ഫിലിമിലെ അഭിനയത്തിനാണ് 67ാമത് ഫിലിം ഫെയർ അവാർഡ് കിട്ടിയത്. ഫിലിം ഫെയർ അവാർഡ് ബെസ്റ്റ് ഫിലിം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷേർഷാ ആയിരുന്നു. ഷേർഷാ ഫിലിം ഫെയർ അവാർഡ് 67th ഫിലിം ഫെയർ അവാർഡിന്റെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ചോദിച്ച ചോദ്യം, ഹൗ മെനി ഹോൾസ് ആർ ദെയർ ഇൻ ഷെഹനായി. ഷെഹനായി എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിൽ എത്ര ഹോളുകൾ ഉണ്ടായിരുന്നു? 7 ഓപ്ഷനിലുണ്ടത്. അപ്പോൾ ഉത്തരം നമുക്ക് നോക്കിയാൽ 6 മുതൽ 8 ഹോൾസ് വരെയാണ് ഷെഹനായി എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിൽ സാധാരണയായിട്ട് ഹോളുകളുടെ എണ്ണം. ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ INC-യുടെ ഫസ്റ്റ് സെഷനിൽ, ഒന്നാമത്തെ സെഷനിൽ അറ്റൻഡ് ചെയ്ത ഡെലിഗേറ്റ്സിന്റെ എണ്ണം. INC-യുടെ ഫസ്റ്റ് സെഷനിൽ അറ്റൻഡ് ചെയ്ത ഡെലിഗേറ്റ്സിന്റെ എണ്ണമാണ് ചോദിച്ചത്. 72 മെമ്പേഴ്സ്, 72 മെമ്പേഴ്സ് ആണ് അറ്റൻഡ് ചെയ്തത്. 1885 ആദ്യത്തെ സെഷൻ നടക്കുന്നത്. അത് എവിടെ വെച്ചാണ്? മുംബൈയിൽ വെച്ചിട്ടാണ്. മുംബൈയിലെ ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് സെഷൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഫസ്റ്റ് സെഷൻ, ഒന്നാമത്തെ സെഷൻസ് നടക്കുന്നത്. ഓക്കെ, ഇനിയും ഒരു ചോദ്യം കൂടി, ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻഡെക്സുകൾ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ അതിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ കണ്ടു. വേൾഡ് എക്കണോമിക് ഫോറം WEF റാങ്ക്ഡ് ഇന്ത്യ അറ്റ് ഡാഷ്. ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണെന്നാണ് ചോദിച്ചത്. ഔട്ട് ഓഫ് 146 കൺട്രീസ്, 146 കൺട്രീസിൽ നിന്ന് ഇന്ത്യയുടെ പൊസിഷൻ എത്രയായിട്ടാണ് റാങ്ക് ചെയ്തത്? ഇൻ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ്, ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2022. 146 ഇന്ത്യൻ പൊസിഷൻ എത്രയായിരുന്നാണ് ചോദ്യം. 146 135 പൊസിഷൻ ആയിരുന്നു. 135 ആണ് ഇന്ത്യയുടെ പൊസിഷൻ. ഗ്ലോബൽ ജെൻഡർ ഗ്യാപ്പ് ഇൻഡെക്സ് 2022. അപ്പോൾ ഇൻഡെക്സുകളും നോക്കിയിരിക്കുക. ഒത്തിരി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് വന്നില്ലെങ്കിൽ പോലും ഇൻഡെക്സിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഏരിയാസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ അടുത്ത എക്സാംസിന് എഴുതുന്നവർ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത പോയിന്റ്സ് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് കമ്പ്യൂട്ടറിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് റിവേഴ്സ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ്സ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് റിലേറ്റഡ്, ഡാൻസ് ഫോംസ്, ഈ ഒരു പാർട്ടിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണുന്നുണ്ട്. കറണ്ട് അഫയേഴ്സിൽ നിന്ന് നല്ല ക്വസ്റ്റ്യൻസ് ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. സ്പോർട്സിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഇനി എക്സാമിന് പോകുന്നവർ ഈ ഏരിയാസ് ഒക്കെ നോക്കിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയും ദിവസമുള്ള ഷിഫ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എല്ലാ ഷിഫ്റ്റിൽ നിന്നുമുള്ള GK ക്വസ്റ്റ്യൻസ് ആണ് അനലൈസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.